ശബരിമലയിൽ തിരിച്ചെത്തിച്ച ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് സംശയിച്ച് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട്. സ്വർണം പൂശി തിരികെ എത്തിച്ചപ്പോൾ തൂക്കം കുറവ്. നാഗേഷ് എന്നയാളുടെ അടുത്ത് പാളികൾ എത്തിച്ചതിലും ദുരൂഹത. ശബരിമല സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികളെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിലെടുത്തേക്കും. ശബരിമല സന്നിധാനത്തും ബംഗളൂരുവിലും എത്തി നിർണായക വിവരങ്ങൾ SIT ശേഖരിച്ചിട്ടുണ്ട്. കേസിൽ EDയുടെ വിവരശേഖരണവും തുടരുകയാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി. ആതിര, കൂട്ടിയും കുറച്ചും എങ്ങനെയൊക്കെ നോക്കിയാലും ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുള്ള സുപ്രധാന വീഴ്ചയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി തന്നെയാണ് ഒരുപക്ഷെ ഈ വൻ സ്വർണ്ണക്കവർച്ചയെല്ലാം സന്നിധാനത്ത് നടന്നത് എന്ന് തന്നെ, അതിലേക്ക് തന്നെയാണ് അന്വേഷണം സംഘമടക്കം വിരൽ ചൂണ്ടുന്നത്. സ്വപ്ന, ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തെ സംബന്ധിച്ചിടത്തോളം പുറത്തുവരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ദുരൂഹവും കൂടുതൽ സംശയമുണ്ടാക്കുന്നതുമാണ്. ഓരോ വിവരങ്ങൾ FIRലെ ആയാലും അതുപോലെ തന്നെ ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളായാലും പുറത്തുവരുന്ന വിവരങ്ങൾ കൂടുതൽ സംശയമുണ്ടാക്കുന്നത് തന്നെയാണ്. ഏറ്റവും പുതിയതായി വരുന്ന വിവരം എന്ന് പറയുന്നത് ഈ ദ്വാരപാലക പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് ആണോ, തിരികെ എത്തിച്ച ഈ പാളികളും തകിടുകളും ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന സംശയമാണ് ഈ വിജിലൻസിന്റെ വിജിലൻസ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. അതായത് ഈ പാളികൾ കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ എത്തിക്കുമ്പോൾ തൂക്കത്തിൽ വലിയൊരു കുറവ് രേഖപ്പെടുത്തുന്നു. ഇത്തരത്തിലൊരു കുറവുണ്ടാകുന്നത് ഒരുപക്ഷെ ഇതിൽ കൃത്രിമം കാണിച്ചതായിരിക്കില്ല, മറിച്ച് ഈ തകിടുകളും പാളികളും തന്നെ മാറ്റി എന്ന സംശയത്തിലാണ് വിജിലൻസ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഈ ഹൈദരാബാദിലും ഈ അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തായിരുന്ന ഒരു നാഗേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഒരു സ്വർണ്ണ പണി നടത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമ കൂടിയാണ്. ഈ നാഗേഷിന്റെ അടുത്തും ഇത്തരത്തിൽ ഈ സ്വർണ്ണപ്പാളികളൊക്കെ തന്നെ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്തായിരിക്കുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു തിരിമറി അല്ലെങ്കിൽ ഈ ഒരു സ്വർണ്ണ കവർച്ച നടന്നത് എന്ന സംശയവും വിജിലൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാഗേഷിനെയും ചോദ്യം ചെയ്യും ചില സാഹചര്യത്തിൽ നാഗേഷിനെയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇത്തരത്തിൽ 2019 ഈ ശബരിമല സന്നിധാനത്തെത്തി ഈ സ്വർണ്ണപ്പാളികൾ ഏറ്റുവാങ്ങുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 2 സുഹൃത്തുക്കളാണ്. അതിനുശേഷം ഈ ബംഗളൂരുവിലുള്ള ഒരു സുഹൃത്തിന്റെ അടുത്താണ് ഈ പാളികൾ കൊണ്ടുപോകുന്നത്. ഈ ബംഗളൂരുവിൽ വെച്ചാണ് ഇത്തരത്തിൽ ഹൈദരാബാദിലേക്ക് ഈ സ്വർണ്ണപ്പണികൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ നാഗേഷിന്റെ അടുത്ത് എത്തിക്കുന്നത്. ഇത്തരത്തിൽ ഈ തിരിഞ്ഞും മറിഞ്ഞും ഒരു 39 ദിവസം ഈ സ്വർണ്ണപ്പാളികൾ ഇവരുടെ കൈകളിലായിരുന്നു. അതിനുശേഷം എവിടേക്ക് എത്തിച്ചു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഈ ഒരു വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ 39 ദിവസത്തെ ഈ ഒരു സമയത്തായിരിക്കാം ഒരുപക്ഷെ ഈ സ്വർണ്ണപ്പാളികൾ മാറ്റിയത് അല്ലെങ്കിൽ കവർച്ച നടത്തിയത് എന്ന സംശയത്തിലാണ് വിജിലൻസ് ഉള്ളത്. അതിനുശേഷമാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഈ സ്വർണ്ണപ്പാളികൾ എത്തിക്കുന്നത്. അതിനുശേഷം ഈ തിരിച്ച് സന്നിധാനത്ത് എത്തിക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഈ സ്വർണ്ണപ്പാളികളിൽ തൂക്കത്തിൽ ഏകദേശം 4 കിലോയിലധികം തൂക്കത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയൊരു കുറവാണ്, ഒരു വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്വർണ്ണപ്പാളികളിൽ തിരിമറി സംഭവിച്ചു എന്നതിനപ്പുറം ഈ സ്വർണ്ണപ്പാളികൾ ഡ്യൂപ്ലിക്കേറ്റ് ആണോ, ഇവിടെ എത്തിച്ചത് ഒറിജിനൽ ആണോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സംശയം ഇപ്പോൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാഗേഷിന്റെ അടുത്ത് ഈ സ്വർണ്ണപ്പാളികൾ എത്തിച്ചതിലാണ് ഏറ്റവും കൂടുതൽ ദുരൂഹത ഇപ്പോൾ ദേവസ്വം വിജിലൻസ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു വരുമാന മാർഗങ്ങളില്ലാത്ത വ്യക്തിയാണ്. ഇദ്ദേഹം ധാരാളം സംഭാവനകൾ, ലക്ഷങ്ങളുടെ സംഭാവനകളാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ലക്ഷങ്ങളുടെ സംഭാവനകളും വഴിപാടുകളും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പും ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയിട്ടുണ്ട്. ഈ വരുമാനമില്ലാത്തൊരു വ്യക്തി എങ്ങനെയാണ് ഇത്രത്തോളം ഈ ലക്ഷങ്ങളുടെ രൂപ ചെലവഴിച്ച് ഇത്തരത്തിൽ വഴിപാടുകളും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പും ഒക്കെ നടത്തുക എന്ന സംശയവും ഒരു വലിയൊരു ദുരൂഹത ഏറ്റുന്നതാണ് എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സംഭാവനകൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഈ ഒരു വഴിപാടുകൾ നടത്തിയത് എങ്ങനെ എന്നതിലൊക്കെ തന്നെ വിജിലൻസിന്റെയും അതുപോലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും അന്വേഷണം നീങ്ങും. അതേസമയം സ്വർണ്ണപ്പൂച്ചി ഉൾപ്പെടെയുള്ള പ്രതികളുടെ ഈ പ്രതിപട്ടികയിലുള്ള ആളുകളുടെ ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തും. ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിൽ വാങ്ങാനും ഒക്കെ തന്നെ SIT ഒരുങ്ങുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ EDയുടെ അന്വേഷണവും നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ വിവരശേഖരണം ഒക്കെ തന്നെ ED നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കള്ളപ്പണം വെളുപ്പിച്ചു എന്നത് സംബന്ധിച്ചതിലൊക്കെ തന്നെയുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളിലേക്ക് കടക്കുക. ഈ അന്വേഷണങ്ങൾക്കൊക്കെ ശേഷമായിരിക്കും ഈ വിജിലൻസ് മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ കടക്കുക. അതിനോടൊപ്പം തന്നെ ഇന്ന് റാന്നി കോടതിയിൽ ഈ FIR ഉൾപ്പെടെ സമർപ്പിക്കുമെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്വർണ്ണപ്പാളി വിവാദത്തെ സംബന്ധിച്ചിടത്തോളം തുടക്കം മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെ സംസ്ഥാനത്തൊട്ടാകെ അരങ്ങേറിയിരുന്നു. ഇന്ന് സെക്രട്ടേറിയറ്റിൽ യുവമോർച്ചയുടെയും മറ്റ് പ്രതിഷേധങ്ങളൊക്കെ തന്നെ നടക്കാൻ പോകുകയാണ്. ഏതായാലും ഈ പ്രതിഷേധത്തിനും കുറവില്ല. അതിനോടൊപ്പം തന്നെ പുതിയ വിവരങ്ങൾ, പുതുതായി പുറത്തുവരുന്ന വിവരങ്ങളൊക്കെ തന്നെ കൂടുതൽ
സംശയങ്ങളിലേക്കും ഈ വെളിപ്പെടുത്തലിന്റെ ഈ കവർച്ചയുടെ ഒരു വ്യാപ്തി വെളിവാക്കുന്നതുമാണ്. ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കവർച്ചയാണ് ശബരിമല സ്വർണ്ണ കവർച്ചയെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്. ഏതായാലും ഈ അന്വേഷണങ്ങളിലൊക്കെ തന്നെ ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതോടുകൂടി കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കും. ഈ ചോദ്യം ചെയ്യലിനൊക്കെ ശേഷമായിരിക്കും എത്രത്തോളം ഈ ശബരിമലയിൽ ഈ സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട്, ആ സ്വർണ്ണ കവർച്ചയുടെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നത് സംബന്ധിച്ചിലൊക്കെ തന്നെ ഒരു വിശദമായ വിവരങ്ങൾ ഓരോ മണിക്കൂറിലും കൂടുതൽ വിവരങ്ങൾ, ദുരൂഹമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കൂടുതൽ ആളുകളിലേക്ക് ഈ കവർച്ചയുടെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കൂടുതൽ ആളുകളിലേക്ക് ഈ കവർച്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എത്തുന്നത്. എന്തായാലും സമാന്തരമായി ദേവസ്വം വിജിലൻസും SITയും ഒപ്പം EDയും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു. ആതിരയാണ് വിവരങ്ങളുമായി ചേർന്നത്.